ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ കുക്കിംഗ് വ്ളോഗ്. ഇന്ന് ഞാൻ ടേസ്റ്റി ആയത് കോരിച്ചൊരുങ്ങുന്ന മഴയത്ത് ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു നൂഡിൽസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ നമ്മുടെ മാഗിയുടെ വെജിറ്റബിൾ ആട്ടാ നൂഡിൽസ് യമ്മിയായിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളും പോരാ, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പം ഞാൻ 2 സവാള എടുത്തു, 2 ക്യാരറ്റ് എടുത്തു, ബാക്കിയുള്ള വെജിറ്റബിൾസ് ഞാൻ വഴിയെ പറയാം. ഞാൻ മടി പിടിച്ചിരിക്കുമായിരുന്നു. എനിക്ക് തണുപ്പൊക്കെ അടിച്ച് മടി പിടിച്ചിരുന്നപ്പം മക്കളെല്ലാം വീട്ടിലുണ്ട്. അപ്പം ഞാൻ കരുതി എന്തുണ്ടാക്കും, എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി മഴയൊക്കെ കണ്ട് പുറത്ത് ഇരിക്കാം. അപ്പം അങ്ങനെ വിചാരിച്ച് നോക്കിയപ്പം നൂഡിൽസ് കിടക്കുന്നു. പക്ഷേ 2 നൂഡിൽസിൻ്റെ കേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം ഞാൻ കരുതി മടി പിടിച്ച് പെട്ടെന്ന് നൂഡിൽസ് ഉണ്ടാക്കി പുറത്ത് പോയി മഴയും കണ്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ 2 കേക്ക് വെച്ച് 3 പേരെങ്ങനെ കഴിക്കും? അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്ന് എല്ലാ വെജിറ്റബിൾസും ബാക്കിയെടുത്തായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാപ്സിക്കം കട്ട് ചെയ്യുമ്പോഴുള്ള മണം ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ക്യാപ്സിക്കത്തിൻ്റെ മണം ഇഷ്ടമുള്ളവരുണ്ടോ? അങ്ങനെ കുറച്ച് അതൊക്കെ ആസ്വദിച്ച് ഞാൻ പുറത്ത് നല്ല മഴയാണ്, കോരിച്ചൊരിയുന്ന മഴ. പക്ഷേ ഞാൻ ഇന്നലെ മഴയൊക്കെ അടിച്ച് വൈബടിച്ച് ഭയങ്കര ഹാപ്പി. ഇത് ചൂടായിരുന്നല്ലേ തിരുവനന്തപുരത്തുകാർക്ക്, എൻ്റെ അമ്മ എല്ലാവർക്കും ചൂടായിരുന്നു. പക്ഷെ ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യമല്ലേ അറിയുള്ളൂ. അങ്ങനെ ചൂടടിച്ചിരുന്ന് പെട്ടെന്ന് മഴ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലെ ടി വിയിൽ നമ്മുടെ 2018 മൂവി വന്നല്ലോ. അത് കണ്ട് ആകെ സെൻറ്റി ആയിപ്പോയി കേട്ടോ. കുറേ നേരം ഇരുന്ന് കരഞ്ഞു. പോട്ടെ. അപ്പം മഴയിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പെട്ടെന്ന് അതിനുശേഷം എന്താണെന്നറിയില്ല, പെട്ടെന്ന് പോയി വാതിലും ജനലും ഒക്കെ അടച്ച്, എന്നാലും നമ്മളതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്നില്ലേ, നമ്മളെ സമ്മതിക്കണം. എന്തായാലും ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തത് കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് എന്തൊക്കെയുണ്ടെന്ന് കാണാൻ മനസ്സിലാവുമല്ലോ. ക്യാബേജ്, ബീൻസ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് സവാള, ക്യാപ്സിക്കം, അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് തീയൊക്കെ കത്തിച്ച് പാനൊക്കെ വെച്ചു, ബട്ടർ ഇട്ടു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും എൻ്റെ ഒരു വേർഷൻ, ഒരു രസം. പിന്നെന്താ പറയുക, അങ്ങനെ മഴയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അങ്ങനെ നമ്മളെന്തെല്ലാം അതിജീവിച്ച് വന്നതല്ലേ. അതാണ് പവർ. ഇതാണ് കേട്ടോ മാഗിയുടെ ആട്ട. ഇതെല്ലായിടത്തും കിട്ടുമല്ലോ. ഇതല്ലെങ്കിൽ ഏത് നൂഡിൽസ് എടുത്താലും മതി. ഏത് നൂഡിൽസ് കയ്യിലുണ്ടെങ്കിലും, ഇപ്പം അതൊന്നും ഇല്ല, നമ്മുടെ നോർമൽ പക്കാ നൂഡിൽസ് ആണെങ്കിൽ മതി. പിന്നെ ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇതെടുത്ത് ചെയ്തതേ ഉള്ളൂ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം സോട്ട് ചെയ്തെടുക്കണം. ഒരുപാടിട്ട് വഴട്ടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിനകത്ത് 2 കപ്പ് വെള്ളമാണ് ചേർത്ത്. മസാല എടുത്തോണ്ട് കേട്ടോ, മാഗിയുടെ 2 പാക്കറ്റ് ഉണ്ടല്ലോ മസാല, 2 പാക്കറ്റ് ഇട്ട് വെജിറ്റബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഞാൻ 2 കപ്പാണ് ആദ്യം ഒഴിച്ചത്. ഇതിൽ 2 കപ്പാണ് കാണിക്കുന്നത്, പക്ഷേ എനിക്ക് 3 കപ്പ് വെള്ളം വേണ്ടി വന്നു കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്, അതായത് നന്നായിട്ട് കുക്കിംഗ് ടൈം ഉണ്ട്. ഒത്തിരി അങ്ങ് ടൈം എന്നല്ല ഉദ്ദേശിച്ചത്, വെള്ളം നമുക്ക് വേണ്ടി വരും.
കുക്കിംഗ് പെട്ടെന്നാവുന്നുണ്ട്. സാധാരണ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അവർ 2 മിനിറ്റ്സ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും നമ്മളിതൊക്കെ ചെയ്ത് വരുമ്പോൾ 2 മിനിറ്റ്സ് ഒന്നും അല്ല. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് എന്തായാലും 5 മിനിറ്റ്സിനകം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ മസാലയെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. പിന്നെ വേറൊന്നുമില്ല, സോക്ക് ചെയ്തതിന് ശേഷം എന്താ പറയുക, 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ബുൾസൈ, ഇപ്പോൾ ബുൾസൈ എന്നല്ലല്ലോ, സണ്ണി സൈഡ് അപ്പം എന്നൊക്കെ അല്ലേ പറയുന്നത്. ഓക്കെ, നമുക്ക് കുറയ്ക്കണ്ട. വേറൊരു പാനിൽ സണ്ണി സൈഡ് അപ്പൊക്കെ ഉണ്ടാക്കി. അതിനകത്ത് വേറൊന്നും പ്രത്യേകിച്ച് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, എന്താ പറയുക, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ എൻ്റെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ചില്ലി ഫ്ലേക്സ്, പിന്നെ മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം അടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ തിരിച്ചുകൂടെ ഇട്ടെടുത്തു മറ്റേ സണ്ണി സൈഡ് അപ്പം. ഓക്കെ, അതിനുശേഷം എന്താ പറയുക, കുക്ക് ചെയ്തതിൻ്റെ മേളിൽ പുൽസയൊക്കെ വെച്ചു, സണ്ണി സൈഡ് അപ്പം ഒക്കെ വെച്ചിട്ട് മല്ലിയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ മഴയത്ത് കുറച്ച് വൈബ് കാണിച്ചു, പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞാനും മക്കളും കൂടെ സുഭിക്ഷമായി കഴിച്ചു. 3 പേർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.